മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ട്രക്ചറാണ്. നൗ ഓർ ബൈ നൗ പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതായത് നമ്മൾ പറയാറില്ലേ, അവളിപ്പോൾ വീണ് പോകുമായിരുന്നേനെ, അവനിപ്പം വരുമായിരുന്നേനെ, അവനിപ്പോൾ അത് ചെയ്ത് തീർക്കുമായിരുന്നേനെ. ഇങ്ങനെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണിത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നൗ ബൈ നൗ പ്ലസ് വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വുഡ് ഹാവ് ഉപയോഗിക്കുന്നത് സംഭവിക്കാമായിരുന്നെങ്കിലും സംഭവിക്കാത്ത കാര്യങ്ങൾ പറയാനാണ്. നൗ ഷീ വുഡ് ഹാവ് ഫാളൻ, ഇപ്പോൾ അവൾ വീണു പോകുമായിരുന്നേനെ. ബൈ നൗ ഹീ വുഡ് ഹാവ് റീച്ച്ഡ് ഹോം, ഇപ്പോഴേക്കും അവൻ വീട്ടിലെത്തിയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ എത്തിയിരിക്കുമായിരുന്നേനെ. നൗ ദേ വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്, ഇപ്പോൾ അവർ ജോലി പൂർത്തിയാക്കിയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ പൂർത്തിയാക്കിയിരിക്കുമായിരുന്നേനെ. ബൈ നൗ ദ ട്രെയിൻ വുഡ് ഹാവ് ലെഫ്റ്റ്, ഇപ്പോഴേക്കും ട്രെയിൻ പോകുമായിരുന്നു അല്ലെങ്കിൽ പോകുമായിരുന്നേനെ. നൗ ഐ വുഡ് ഹാവ് ഫോർഗോട്ടൺ ഹെർ, ഇപ്പോൾ ഞാൻ അവളെ മറന്നു പോകുമായിരുന്നു അല്ലെങ്കിൽ മറന്നു പോകുമായിരുന്നേനെ. ബൈ നൗ വി വുഡ് ഹാവ് ഫിനിഷ്ഡ് ദ മീറ്റിംഗ്, ഇപ്പോഴേക്കും നാം യോഗം തീർത്തിരിക്കുമായിരുന്നു അല്ലെങ്കിൽ തീർത്തിരിക്കുമായിരുന്നേനെ. നൗ ഹീ വുഡ് ഹാവ് ലോസ്റ്റ് ഹിസ് ഫോൺ, ഇപ്പോൾ അവൻ തൻ്റെ ഫോൺ നഷ്ടപ്പെടുത്തിയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിരിക്കുമായിരുന്നേനെ. ബൈ നൗ ഷീ വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ ട്രൂത്ത്, ഇപ്പോഴേക്കും അവൾ സത്യം മനസ്സിലാക്കിയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുമായിരുന്നേനെ. നൗ ദേ വുഡ് ഹാവ് അറൈവ്ഡ് ഹിയർ, ഇപ്പോൾ അവർ ഇവിടെ എത്തിയിരിക്കുമായിരുന്നു അല്ലെങ്കിൽ എത്തിയിരിക്കുമായിരുന്നേനെ. ഐ വുഡ് ഹാവ് ഫോർഗോട്ടൺ ടു ടെൽ യു വൺ തിങ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു പോകുമായിരുന്നേനെ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.